ലോകത്തേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലേക്കും ചൈനയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇനി ചൈന പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള ലൈറ്റ്സുകളിൽ ഒരു 100 എണ്ണം എടുത്താൽ താഴത്തുനിന്നുള്ള ഒരു 30 എണ്ണം വരെ ആ ഒരു ഗ്രേഡിലേക്കുള്ളത് മാത്രമേ നാട്ടിലേക്ക് മെയിനായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ലൈറ്റ് എല്ലാം ഹയർ ക്വാളിറ്റിയിലുള്ള ലൈറ്റുകളാണ്. ഈജിപ്ഷ്യൻ ക്രിസ്റ്റൽസ്, കാനയൻ ക്രിസ്റ്റൽസ്, അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോരോ ചെറിയ ചെറിയ ഡീറ്റെയിൽ അനുസരിച്ച് വരെ പ്രൈസ് വേരി ചെയ്യും. എങ്ങനെ പോയാലും നാട്ടിൽ വിൽക്കുന്നത് അവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി വിലക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ നേരത്ത് ലൈറ്റ് പർച്ചേസിന് കേരളത്തിൽ നിന്ന് ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും വളരെ വളരെ ലാഭം ലൈറ്റ് ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൈനയിൽ നിന്ന് ലൈറ്റ് ഏതൊരാൾക്കും പോയി പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് ഇന്ത്യയുടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ച് തരുന്നത് വരെയുള്ള എൻ്റയർ കാര്യങ്ങൾ ചെറിയ ഒരു പൈസ ഈടാക്കിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് കമ്പനികൾക്ക് അത് ചെയ്യാനും സാധിക്കില്ല. പൊതുവേ ഒരു ലൈറ്റ് ഇങ്ങോട്ട് ഇറക്കുന്ന ഒരു ലൈറ്റ് ഷോപ്പ് പോലുള്ള വലിയ ഷോപ്പുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ. അതുവരെ അതിൻ്റെ വരെ ലൈസൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലൈറ്റ്, ഫർണിച്ചറുകൾ, ഡെക്കോർ എലമെൻറ്റ്സ്, വാർഡ്രോബുകൾ, അങ്ങനെ ഒരു വീട് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിലേക്ക് യൂസ് ചെയ്യുന്ന കല്ലും കട്ടയും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് എന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പൊതുവെ കേരളത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി വലിയ തോതിൽ അതൊന്ന് മാർക്കറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പണ്ട് തൊട്ടേ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അതിൻ്റെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ. പക്ഷെ ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടി കൂടുതലാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം പണ്ടത്തെക്കാളും കൂടുതലും വലിയ വലിയ വീടുകൾ ഓരോ വർഷവും കേരളത്തിൽ പണി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആഷിക്ക് നാട്ടിലേക്ക് ഇത് കൊണ്ടുവരുന്നുണ്ട്, ആഷിക്ക് ചൈനയിൽ നിന്ന് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നാട്ടിൽ ചെയ്തേക്കുന്ന വീടിൻ്റെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് വന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ പൊതുവെ നിങ്ങൾ തന്നെ ചെയ്യുന്ന എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനെയും കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ നിങ്ങളെൻ്റെ കസ്റ്റമർ ആയി കഴിഞ്ഞാലും എനിക്ക് അതിൽ വലിയ ഇതില്ല. എന്നാലോ കസ്റ്റമറിന് അത് കാണുകയും വേണം. കാരണം ഇത്രയും വലിയൊരു പർച്ചേസ് എന്നെ വിശ്വസിച്ച് കാണുമ്പോൾ അതിന് മുന്നേ ഞാൻ അവരെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കാണാം. അത് കൂടാണ്ട് എൻ്റെ എടപ്പള്ളിയിൽ ഒരു ഡിസ്പ്ലേ സെൻറ്റർ ഉണ്ട്. അവിടെ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഉപകാരപ്പെടും.